വാർത്ത മുഹമ്മദ് യൂനസിന് അല്ലെങ്കിൽ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ മറുപടി ഉടൻ ഉണ്ടാകും. അതായത് ഹസീനെ വിട്ടു തന്നില്ലെങ്കിൽ ഇന്ത്യയെ ഞങ്ങൾ വച്ചേക്കില്ല, മര്യാദയ്ക്ക് ഹസീനെ വിട്ടു തന്നേക്ക് എന്നാണ് മുഹമ്മദ് യൂനസ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും ഹസീനെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിനും ഇന്ത്യ തയ്യാറാകില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലൊരു തുറന്ന പോരിനാണോ വഴി തുറക്കുന്നത്? നയതന്ത്ര തലത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ചില പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് തീവ്രവാദികളെ കൈമാറുന്ന ഒരു കരാർ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് ഒപ്പിട്ടിരുന്നു. ആ ഒരു കരാറിൻ്റെ 2016 ആ ഒരു കരാറിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാരിനെ നയതന്ത്ര തലത്തിൽ തന്നെ ഔദ്യോഗികമായി ബംഗ്ലാദേശ് അറിയിച്ചിരിക്കുന്നു, ഷെയ്ഖ് ഹസീനയെ കൈമാറണം, ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഈ കാര്യത്തിൽ കൈ കടത്തരുത്. ഇനി അഥവാ അങ്ങനെ കൈ കടത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള പ്രത്യാഘാതം ഇന്ത്യ നേരിടേണ്ടി വരുമെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെല്ലായിരുന്നു ഭയങ്കര ചിരിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. കാരണം ഇവർക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല, അത്ര വെല്ലുവിളിയാണല്ലോ ഇവർ നടത്തിയത്. പക്ഷേ ഇന്ത്യ യാതൊരു വിധത്തിലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ്. കാരണം ഇന്ത്യയുമായി ഒരുപാട് കാലത്തെ ബന്ധമുള്ള ആളാണ് ഷെയ്ഖ് ഹസീന. ഇന്ത്യയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ന്യൂനപക്ഷ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുകയും ഇന്ത്യയിലെ ഏത് ഭരണകൂടം വന്നാലും ആ ഭരണകൂടത്തോട് ഒരു നല്ല സമീപനം പുലർത്തുകയും ഇന്ത്യ നയതന്ത്രപരമായി എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അതൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു സർക്കാരായിരുന്നു ഹസീനയുടെ സർക്കാർ. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി കച്ചവടം ചെയ്യാനും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് കച്ചവടം ചെയ്യാനും ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ വിസ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഇന്ത്യയിലെ ആളുകൾക്ക് അവിടെ പോകാൻ പ്രത്യേകിച്ച് ഒരു ക്ലിയറൻസിൻ്റെയോ അല്ലെങ്കിൽ വിസയുടെ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ബംഗ്ലാദേശും ഇന്ത്യയും ഒരു തുറന്ന മനസ്സുള്ള രാജ്യങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് ചുക്കാൻ പിടിച്ച നേതാവ് എന്നുള്ള നിലയിൽ ഷെയ്ഖ് ഹസീനയോട് ഇന്ത്യക്ക് പ്രത്യേക മമതയുണ്ട്. പ്രത്യേകിച്ച് മോദി ഭരണകൂടത്തിന് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് അവർ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു മികച്ച ഭരണമാണെന്ന അഭിപ്രായമൊന്നുമില്ലെങ്കിലും അവർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ചെയ്തത്, അവർ അവിടുത്തെ ജനങ്ങളോട് ചെയ്തത് നല്ലതാണ്, നല്ല ഭരണമാണ്, മാനുഷിക പരിഗണനയുള്ള ഭരണമാണ് കാഴ്ചവെച്ചത് എന്നൊരു അഭിപ്രായം മോദിക്കും അതുപോലെ തന്നെ അജിത് ഡോവലിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹസീന ആദ്യം മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിച്ചു. അത് വഴി ഇന്ത്യയിൽ ഇറങ്ങുകയും ഇന്ത്യ ഒരു ഇടത്താവളമാക്കി അവർ മാറ്റുകയായിരുന്നു. പക്ഷെ പിന്നീട് ആ രാജ്യം ഏതൊക്കെയോ രാജ്യങ്ങളുടെ ചില സമ്മർദ്ദങ്ങൾ മൂലം ഞങ്ങളുടെ രാജ്യത്തേക്ക് വരേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുകയും ആ സമയത്ത് ഇന്ത്യ തന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ ഹസീനയ്ക്ക് തുടരാം എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. അപ്പോൾ തന്നെ ബംഗ്ലാദേശിൻ്റെ യൂനുസ് ഗവൺമെൻറ്റിന് വലിയ ബുദ്ധിമുട്ട് ഇന്ത്യയോടുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ ഈ പ്രതിരോധ മന്ത്രിയും പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അടക്കമുള്ള ആളുകൾ ചേർന്ന് തീരുമാനമെടുത്തത് ഈ ഒരു കാര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, തൽക്കാലം ഇതിനോട് പ്രതികരിക്കേണ്ട എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ അതിനോട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നോ കമൻറ്റ് എന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ബംഗ്ലാദേശ് ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ ഒരു ഹിന്ദു ഭൂരിപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ മൗദൂദി ഗവൺമെൻറ്റിനോട് ഇന്ത്യക്ക് ഇതിൽ താല്പര്യമില്ല എന്നുള്ള രീതി വരികയും പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാം, ഇന്ത്യയെ എങ്ങനെ ഒറ്റപ്പെടുത്താം, ഇതൊക്കെയാണ് ഇപ്പോൾ യൂനുസിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെയും ഒക്കെ ഒരു സമീപനം എന്ന് പറയുന്നത്. മൗലാന മൗദൂദിയുടെ ആശയം വളരെ കൃത്യമായി ബംഗ്ലാദേശിൽ നടപ്പിലാക്കുകയും ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവായിട്ടുള്ള അതേ മുജീബുർ റഹ്മാൻ്റെ ആ പ്രതിമ പോലും തല്ലിത്തകർക്കുന്ന രീതിയിലേക്ക് ബംഗ്ലാദേശിലെ ആളുകൾ പോയി എന്നുള്ളതും അവർക്ക് അവിടുത്തെ ജനതയോട് പോലും എന്തില്ല, ഒരു മമതയില്ല, അതുപോലെ തന്നെ ഒരു കാരുണ്യമില്ല. ജനങ്ങൾ പട്ടിണി കിടന്നാലും ഞങ്ങളുടെ തീവ്രവാദ ആശയം നിലനിൽക്കണം എന്ന തരത്തിലേക്ക് തന്നെ ആര് ചിന്തിക്കുന്നുണ്ട്? ബംഗ്ലാദേശ് ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിലൊരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള യാതൊരു ശ്രമവും അവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നില്ല. അത് ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് ഈ പറയുന്ന ഹസീനയെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ വിട്ടുകൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാത്രവുമല്ല ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, BJP-യുടെ ഗവൺമെൻറ്റിൻ്റെ ആശയപരമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഹസീനയുടെ കാര്യത്തിലുണ്ട്. കാരണം ഹസീനയെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്താണ്, ഇന്ത്യയുടെ ഒരു പരാജയം സമ്മതിക്കുക എന്നതായിരിക്കും. കാരണം ഒരു തീവ്രവാദിയോട് അല്ലെങ്കിൽ തീവ്രവാദ ഗവൺമെൻറ്റിനോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഹസീനയെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഉറച്ച തീരുമാനം. അതിൻ്റെ പിന്നിൽ അമിത്ഷാ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല ഇന്ത്യ ഇനി അടുത്ത നിലപാടിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
25 ജനുവരി 20-ആം തീയതി ആകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഒരു പുതിയ ശക്തി, അതായത് ഇസ്രായേൽ, അമേരിക്ക, ഇന്ത്യ, റഷ്യ തുടങ്ങിയ ശക്തികളുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന ബംഗ്ലാദേശിൽ വലിയൊരു ആക്രമണം നടത്തിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ വളരെ കരുതിയിരിക്കുകയാണ്. ഒരവസരം കിട്ടുമ്പോഴേക്കും അരാക്കൻ ആർമിക്കൊപ്പം മറുഭാഗത്ത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ആക്രമണം വന്നാൽ ബംഗ്ലാദേശിന് പിടിച്ചു വെക്കാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും അവരുടെ തീവ്രവാദ നിലപാടിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നില്ല. എന്ത് വില കൊടുത്തും തങ്ങളുടെ പ്രജകളെ, തങ്ങളുടെ ജനങ്ങളെ, തങ്ങളുടെ പൗരന്മാരെ പട്ടിണിക്കിട്ടുകൊണ്ടായാലും ഞങ്ങളുടെ തീവ്രവാദം നടപ്പിലാക്കുമെന്ന നിലപാടാണ് ബംഗ്ലാദേശ് സ്വീകരിക്കുന്നത്. അതിനെതിരായി കൊണ്ട് തന്നെയാണ് ഇന്ത്യ നിലനിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം 2014 കരാറ്, കുറ്റം ചെയ്ത തീവ്രവാദികളെ കൈമാറണമെന്ന കരാറ് 2020 ഇന്ത്യ പുതുക്കിയിട്ടുണ്ട് ആ കരാറ്. പക്ഷെ ആ കരാറ് ഇവിടെ പ്രാവർത്തികമാകില്ല. കാരണം രാഷ്ട്രീയ അഭയം തേടിയവരെ തിരികെ അയക്കണം എന്നീ കരാറിൽ പറയുന്നില്ല. തീവ്രവാദികളെ അയക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇവിടെ നിന്ന് പിടിച്ച തീവ്രവാദികളെ അവർക്ക് വിട്ടുകൊടുക്കണം. അവിടെ നിന്ന് ഇന്ത്യയിലുള്ള തീവ്രവാദികൾ ആരെങ്കിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് പിടിച്ചാൽ ഇങ്ങോട്ട് വിട്ടുകൊടുക്കണം. ഈ ഒരു കരാറേ ഉള്ളൂ. രാഷ്ട്രീയ അഭയം തേടിയവരെ തിരിച്ചയക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ഏത് രാജ്യത്തിനാണോ ആ രാജ്യത്തിനുണ്ട്. ഇവിടെ ഷെയ്ഖ് ഹസീന യൂനസ് വിട്ടുതരണം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് പറയുന്നു ഞങ്ങൾക്ക് വിചാരണ ചെയ്യണം, കൊല്ലുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. വിളിച്ചു വരുത്തിയിട്ട് കൊന്നു കളയുക, ഇനി ഷെയ്ഖ് ഹസീന ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ ഇനി ഞങ്ങൾക്ക് നോക്കാൻ സംരക്ഷിക്കാൻ കഴിയില്ല, ഇവരെല്ലാം തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ പൊക്കോളൂ എന്നൊരു നിയമം ഇന്ത്യ കൊണ്ടുവന്നാൽ യൂനസ് കണ്ടം വഴി ഓടുന്ന ഭാഗത്ത് പുല്ലുപോലും കുരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ തന്നെ ബംഗ്ലാദേശ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കാണ് വീണ് കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള അഭയാർത്ഥികളായ ബംഗ്ലാദേശികളോട് നിങ്ങൾ ഇന്ത്യ വിട്ട് പൊക്കോളൂ, ഹസീനെ തരാൻ ഞങ്ങൾ തയ്യാറാണ്, അതോടൊപ്പം നിങ്ങളുടെ ആളുകളെ കൂടി, ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ബംഗ്ലാദേശികളെ കൂടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് ഇന്ത്യ ഒരു തീരുമാനമെടുത്താൽ, ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചാൽ യൂനസും അവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒക്കെ പിന്നെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഉണ്ടാവുമോ എന്ന് തന്നെ നമ്മൾ ഒരു ചോദ്യചിഹ്നമായി ചോദിക്കേണ്ടി വരും. മാത്രമല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു തീവ്രവാദിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യയിലേക്ക് വിടണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ വ്യവസ്ഥകളിൽ അവർക്ക് വിശ്വാസമില്ല, ജയിലുകൾ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും അത്തരം പിന്നെ തീവ്രവാദികൾ അയക്കാതെ അവിടെ തന്നെ അവരവിടുത്തെ ജയിലുകളിൽ തന്നെ പാർപ്പിക്കും. ഇവിടെ ഹസീന രാഷ്ട്രീയ അഭയം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹസീനയ്ക്ക് കോടതിയിൽ പോകാം. എനിക്ക് എൻ്റെ ജീവനിൽ ഭയമുണ്ട്, ഞാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയാൽ ഞാൻ മരണപ്പെടുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് അഭയം തേടിയാൽ മതി, അവിടെ ഇരുന്നു കൊണ്ട് വിചാരണ നേരിടുകയോ അവിടുത്തെ കോടതിയിൽ ഞാൻ പിന്നെ ഹർജി അല്ലെങ്കിൽ വിചാരണ നേരിടുകയോ ചെയ്യാം, തൽക്കാലം ബംഗ്ലാദേശിലേക്ക് പോകില്ല. അത് ഏത് രാജ്യം വേണമെങ്കിലും ഹസീനയ്ക്ക് തിരഞ്ഞെടുക്കാം എന്നതാണ്. കാരണം ജീവൻ ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു രാജ്യവും കൂട്ടുനിൽക്കില്ല, ഒരു നിയമവ്യവസ്ഥയും കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. യൂനസ് ഹസീനയെ തകർക്കാൻ, ഹസീനയെ ഇല്ലാതാക്കാൻ, കാരണം ഹസീന ജീവിച്ചിരുന്നാൽ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വന്നാൽ ഈ ഭരണത്തിൽ മനം മടുത്ത് ഒരു അട്ടിമറിക്ക് അവിടുത്തെ ജനങ്ങൾ തയ്യാറാകും. അട്ടിമറി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആഭ്യന്തര കലാപം ചിലപ്പോൾ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇപ്പം മുസ്ലിം മതത്തിൽ നിന്ന് പലരും ഹിന്ദു മതത്തിലേക്ക് വരുന്നു. കാരണം ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് കണ്ട് മനം നൊന്താണ് പലരും ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം ജനങ്ങൾ ഇവരെ മടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ മടുപ്പ് അവർ അവരുടേതായ രീതിയിൽ പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ നിങ്ങൾ പറയുന്ന നിയമങ്ങളൊന്നും ഞങ്ങൾ ലംഘിക്കില്ല. ഇപ്പോൾ ഹസീനെ അട്ടിമറിക്കാനായി ഇവർ പ്രയോഗിച്ച തന്ത്രം തിരിച്ച് ഇവരെ തീർക്കാനായി അവിടുത്തെ ജനങ്ങളെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, കാരണം ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ബംഗ്ലാദേശിൽ ശാന്തി സമാധാനവും ഉണ്ടായിരുന്നു, വികസനം ഉണ്ടായിരുന്നു, എല്ലാ രീതിയിലും 100% എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ കൊണ്ടുപോകാനുള്ള കഴിവ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ബുദ്ധരായാലും പാഴ്സിയായാലും എല്ലാവരും ഒരേ രീതിയിൽ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ യൂനസ് സമാധാനത്തിന് നൊബേൽ സമ്മാനം വാങ്ങിയ യൂനസ് വന്നതിന് ശേഷം ബംഗ്ലാദേശ് ഒരു അക്രമ രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആർക്കും അവിടെ ജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തീർച്ചയായും ഇന്ത്യ നൽകുന്ന മറുപടി
ബംഗ്ലാദേശികളൊക്കെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ പോട്ടെ ഇന്ത്യയിലുള്ള എന്നുള്ളൊരു തീരുമാനമോ നിലപാടോ അറിയിക്കാനാണ് ഇന്ത്യയുടെ തയ്യാറെടുപ്പെങ്കിൽ തീർച്ചയായും ബംഗ്ലാദേശ് പിന്നെ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. തീർച്ചയായും.